നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. മുഴുവൻ സമയവും ഇതുവാ മൂക്കുമുട്ട കുട്ടിയേക്ക് നടത്തുക, അവനെന്തും വിളിച്ചു പറയുന്നു. നാട്ടുകാരെല്ലാം കേട്ടവരെല്ലാം പറയുക. കേട്ടവരെല്ലാം ക്യാമറ ഓഫ് ആക്കിക്കോളൂ. ആരാ ഇങ്ങോട്ട് വരുന്നത്? ക്യാമറ ഓഫ് ആക്കി വെച്ചോണ്ട് എന്താ കഥ ഉണ്ടാക്കുക? അറിയില്ല. ക്യാമറ ഓഫ് ആക്കുക, ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറ ഓഫ് ആക്കുക. പുതിയ പുതിയ രീതികളാണ്. ആരാണ്ട് ഇങ്ങോട്ട് വരുന്നു പോലും. ആരാന്നാ ഏതാണ് ഇങ്ങോട്ട് വരുന്നത്? എന്നിട്ട് വ്യഭിചാരിന്ന് വിളിച്ചോളൂ നമ്മളെ. ആരാണ്ട് ഇങ്ങോട്ട് വരുന്നത് കഥ അവിടെ എവിടെയൊക്കെ ആരാ കണ്ടവനൊക്കെ കയറി ഇരുന്നേച്ച് നമ്മളെ വിളിക്കുന്നത് വ്യഭിചാരിന്ന് വിളിച്ചോളൂ നമ്മളെ. ആരാണ്ട് ഇങ്ങോട്ട് വരുന്നത് കഥ അവിടെ എവിടെയൊക്കെ ആരാ കണ്ടവനൊക്കെ കയറി ഇരുന്നേച്ച് നമ്മളെ വിളിക്കുന്നത് വ്യഭിചാരിന്ന് തോന്നിയാസം എടുക്കുന്നു. കണ്ടടമൊക്കെ കണ്ട അവന്മാർ വലിയ ചൈനാമതിലും അതിൽ ഇതെല്ലാം കെട്ടി വെച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഓരോ അവന്മാരും അവിടെ എവിടെയെല്ലാം കയറി ഇരിക്കുമ്പോൾ നമ്മളെ ഇതാണോ ഇവിടെ? തനി തെറി ആൾക്കാർ കേൾക്കുന്നവർ അയ്യോ ഇതെന്തോ വിളിയാ വിളിക്കുന്നതെന്നാ ചോദിക്കുന്നത്. എന്തോ തെറിവിളിയാണിത്. 9:20 മുന്നേ ക്യാമറ ഓഫാക്കി ഇന്നത്തെ ആ സമയത്ത് ആരാണ്ട് ഇങ്ങോട്ട് വന്നോ? അതോ ഇത് വേറെടമായോ? ഇത് അതേ മന്ദിരം വേറെടമാവോ? ഇത് അതേ മന്ദിരം അല്ലാതെ വേറെ ഒന്നും അല്ല ഇത്. ഇവരെ കേട്ടവരെല്ലാം പറയുന്നത് കേൾപ്പിച്ചവരെല്ലാം തെറിവിളി അടിച്ചവരും കേൾപ്പിച്ചവരെല്ലാം പറയുന്നത് ഇവന് 6-7 വട്ടം അവിടെ എവിടെയും പോയി കുടിച്ചോണ്ട് ഇതിന് നാക്ക് പോലും തിരിയത്തില്ല മോളെ. ഇവനെന്തോ ഇവന് ബോധമൊന്നുമില്ല. ഇപ്പൊ പെണ്ണുപിള്ളയ്ക്കും ബോധമില്ല. ചോർച്ചും പിടിച്ചോണ്ട് നിൽക്കുക. പെണ്ണുപിള്ളയും ആമ്പ്രതോയും ബോധക്കേടാ. മുതു പ്രാക്കുക. ടോർച്ചടിക്കുക അവിടെ നിന്നോണ്ട്. നമ്മുടെ കണ്ണ് പൊട്ടിക്കണം, കണ്ണിനകത്തോട്ട് വിഷവാതം അടിക്കുക, കണ്ണ് പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ ടോർച്ചടിക്കുക അവിടെ നിന്നോണ്ട്. ഇവിടെ വന്ന് നമ്മുടെ കണ്ണിലോട്ട് അടിച്ചത്. ഇവിടെ വന്ന് ഇന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഇന്ന് ആൾക്കാർ കണ്ട് എത്ര ആൾക്കാർ പറഞ്ഞു ആ കൊച്ചു അതിനകത്തോട്ട് കയറി നിൽക്കുന്ന അതിന്റെ കണ്ണിലോട്ട് അടിച്ചോണ്ട് വരികയായിരുന്നു. മന്ദിരം മുതലേ കണ്ണിലോട്ട് അടിച്ചോണ്ടിരിക്കുക. എന്റെ കയ്യിലുണ്ട് തെളിവ്. ഇവൻ അടിച്ചോണ്ട് വരുന്നതിന് തെളിവാണ്. റോഡിലോട്ടല്ല അടിക്കുന്നത്, ഞാൻ നിൽക്കുന്നിടത്തോട്ടാ അടിക്കുന്നതെന്നുള്ളതിന്റെ തെളിവ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ നിൽക്കുന്നിടത്തോണ്ട് എന്റെ കണ്ണിലോട്ട് എന്റെ ടോർച്ച് അടിച്ചോണ്ട് വരുന്നതാണ്. മന്ദിരത്തിൽ വന്നോണ്ട് ടോർച്ച് അടിച്ചോണ്ട് വരുന്നതിന് തെളിവ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത്ര രോഗമായി ഇവന് ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക. മോക്ക് അതിലും വലിയ ഭ്രാന്ത. മോള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കാർഷിക്കുക, ചുമയ്ക്കുക, വിട്ടുപോയി പോകുന്ന ഭയങ്കര രോഗങ്ങളാ. ഇന്ന് കഴിഞ്ഞ ദിവസം മാർച്ച് ചെയ്യുക, പിന്നെ നമ്മുടെ മുഖത്തോട്ട് നോക്കിയാ മാർച്ച് ചെയ്യുന്നത്. എന്തോ ഫ്രസ്ട്രേഷനാണെന്ന് അറിയത്തില്ല. എന്തോ ഫ്രസ്ട്രേഷനായി ടീച്ചറാ. ഇത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ടോ? നമ്മളെ കാണുമ്പോൾ ചീത്ത വിളിക്കുക, നമ്മുടെ ക്യാമറ ഓഫ് ആക്കുക, പല ഫ്രസ്ട്രേഷനാണ് ഇവന്മാർക്കും. എന്തോ ഫ്രസ്ട്രേഷനാണ്. നമ്മളെ കാണുമ്പോഴേ ചീത്ത വിളിക്കുക, ഭയങ്കര രോഗമാണ്. നമ്മളിതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഓരോ അമ്മമാരും അവിടെ വന്നേച്ച് നമ്മൾ മന്ദിരത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചീത്ത വിളിക്കുക. പിന്നെ പ്രധാനമന്ത്രി സോമരാജനും അവിടോട്ട് വരുന്നുണ്ട് നമ്മളെ ചീത്ത വിളിക്കുക. പിന്നെ മന്ദിരത്തിലെ സ്വാമി ചീത്ത വിളിക്കുക. ഭയങ്കര ഫ്രസ്ട്രേഷനാണ് ഇതിനെല്ലാം. എന്തോ ഫ്രസ്ട്രേഷനാണെന്ന് അറിയത്തില്ല ഇത്രയും. എന്തോ ഫ്രസ്ട്രേഷനാ ഇത്. എന്തോ ഇതിന്റെ ഫ്രസ്ട്രേഷനാ. കാശ് കിട്ടാത്തതിന്റെ ഭയങ്കര ഫ്രസ്ട്രേഷനാ ഇത്. സൈക്കോളജി കഴിഞ്ഞിരിക്കുക ഫ്രസ്ട്രേഷനുമായിട്ട്. കാശിന്റെ സൈക്കോ. ഇൻഷുറൻസ് അടിക്കാത്ത ഇൻഷുറൻസ് കിട്ടണം. അതിന്റെ സൈക്കോ ഫ്രസ്ട്രേഷൻ അറിയുന്നത്. നിരാശ ഉടലെടുക്കുന്ന മാനസിക രോഗം നിരാശ
ജീവിക്കാൻ പറ്റുന്നില്ലെന്നുള്ള നിരാശയിൽ നിന്നുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ആയിരുന്നു മാത്രം. ആ അതന്നെ നിരാശ ഭയങ്കര കൂടിയ നിരാശയാ. കൂടിയ നിരാശ കാരണം ഫ്രസ്ട്രേഷനാ. കൂടിയ നിരാശയാ. കോടികൾ ഉണ്ടാക്കാനുള്ള നിരാശ. അത് കോടികൾ കയ്യിലോട്ട് വരാൻ പല രീതിയിലുള്ള ട്രാപ്പ് പണിഞ്ഞിട്ടും ട്രാപ്പ് റെഡിയാവുന്നില്ലെന്നുള്ള ഫ്രസ്ട്രേഷൻ, നിരാശ കാരണം ഇവന്മാർക്കും ഒക്കെ ഭ്രാന്തളകിയിരിക്കുക. പെണ്ണുപിള്ളെ ആഭരണങ്ങൾ പട്ടാപ്പകൽ ചോർച്ച എന്റെ കണ്ണിലോട്ട് അടിക്കുക, എന്റെ കണ്ണ് പൊട്ടിക്കാനായിട്ട് ദൂരെ നിന്ന് വരെ ട്രൈ ചെയ്യുക. അവരുടെ വീട്ടിൽ നിന്നോണ്ട് വരെ ട്രൈ ചെയ്യുക. വലിയ ചോർച്ചെല്ലാം തെളിവുള്ളതാ. എന്തൊരു ഫ്രസ്ട്രേഷൻ ആണ് ഇന്നത്.